നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോക്കകത്ത് നമ്മൾ കാണാൻ പോകുന്ന റെസിപ്പി പഴം നുറുക്കാണ്. ഈ ചെറിയ പിള്ളേർ തൊട്ട് വലിയ ആൾക്കാർ വരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. എന്നാലും ഇതൊന്ന് കണ്ടു നോക്കാം. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏത്തക്ക പഴുത്തത്, നെയ്യ്, കശുവണ്ടിയും കിസ്മിസ്, ചിരകിയ തേങ്ങ, പഞ്ചസാര, ഏലക്ക നമുക്ക് ചെറുതായിട്ടൊന്ന് പൊടിക്കും. ഞാനിവിടെ ചെറിയ 3 പഴമാണ് എടുത്തേക്കുന്നത്. ആദ്യം ഈ പഴം 1/2 ആയിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ട് ചെറിയ ചെറിയ കഷ്ണമായിട്ട് മുറിക്കാം. ഇതൊരു ഈവൻ സൈസായിട്ട് മുറിക്കണം, എന്നാലേ നമ്മൾ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈവനായിട്ട് കുക്ക് ആവത്തുള്ളൂ. എന്നിട്ട് നമ്മൾ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഒരു ബൗളിനകത്ത് മാറ്റി വെച്ച് ഒരു ഉരുളിക്കകത്ത് നെയ്യ് ഒഴിക്കാം. നെയ്യ് ഒന്ന് മെൽട്ടായി വരുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഈ പഴമകത്തിട്ട് നമ്മൾ കുക്ക് ചെയ്യാൻ തുടങ്ങാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളർ ഒന്ന് ലൈറ്റായിട്ട് മാറി വരും. ഈ നമ്മളിങ്ങനെ സ്ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ചെറുതായിട്ട് ഇതിൻ്റെ കളർ ഒന്ന് മാറാൻ തുടങ്ങുവാണ്. ഇത് ഏകദേശം ഒരു 30 സെക്കൻഡ്സ് ടു ഒരു 45 സെക്കൻഡ്സ് അല്ലെങ്കിൽ ചിലപ്പോൾ 1 മിനിറ്റിനുള്ളിൽ ഇതാവും. ഇതിൻ്റെ കളർ ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് പോലത്തെ ഒരു ബൗൾ നമ്മൾ മാറ്റി വയ്ക്കാം. സെയിം ഉരുളിക്കകത്ത് തന്നെ 1 ടീസ്പൂൺ കൂടി നെയ്യിട്ടിട്ട് ഇതിനകത്ത് നമ്മുടെ കശുവണ്ടിയും കിസ്മിസും ഇട്ട് നമുക്കിന്ന് പൊന്നിറമായിട്ടൊന്ന് വറക്കണം. ഈ സാധനം ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളർ ഒന്ന് മാറി വരും. ഈ റൈസൻസൊക്കെ ഇങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോഴത്തേക്ക് ഈ കാഷ്നട്ട് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഗോൾഡൻ ബ്രൗൺ ആയിട്ട് മാറി വരുമ്പോഴത്തേക്ക് ആ സമയത്തിലാണ് നമ്മൾ ഓൾറെഡി ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ഇതിനകത്ത് ഇടാൻ പോകുന്നത്. ഈ തേങ്ങ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇതിൻ്റെ ഫയർ ഒന്ന് കുറച്ചും കൂടി കുറയ്ക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തേങ്ങ ഒരിക്കലും കളർ മാറാൻ പാടില്ല. സ്ലോ ഫയറിൽ തന്നെ ഇതിനെ കുക്ക് ചെയ്യണം. ഈ സ്ലോ ഫയറിൽ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളർ മാറാണ്ട് ഇത് ജസ്റ്റ് ഒന്ന് കുക്കായി വരും. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ നല്ല രീതിയിൽ ഈ എല്ലാ കാഷ്നട്ടും കിസ്മിസും ഈ തേങ്ങയും നന്നായിട്ട് മിക്സായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്വീറ്റ്നെസ്സിന് വേണ്ടി പഞ്ചസാരയാണ് എടുത്തേക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് തന്നെ. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ശർക്കരയോ ഇല്ലെങ്കിൽ നാട്ടു ശർക്കരയോ ഏത് വേണമെങ്കിലും ഇടാം. അപ്പോൾ ഞാൻ ഇതിനകത്ത് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടേക്കുന്നത്. ഈ പഞ്ചസാര നന്നായിട്ട് മിക്സ് ചെയ്ത് മെൽട്ടായി വരുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കപ്പൊടി ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് വിതറാം. ഈ ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ മണം ഒന്നും പറയാണ്ട് അടിപൊളിയായിരിക്കും. ഈ ഏലക്കപ്പൊടി നന്നായിട്ട് മിക്സ് ആയി വരുമ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ഇതിനകത്തിട്ട് മിക്സ് ചെയ്യണം. ഈ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല ശ്രദ്ധിച്ച് നോക്കണം. ഈ സാധനം ഒരിക്കലും മാഷാണോ ഇല്ലെങ്കിൽ കുഴയാനോ പാടില്ല. ആ രീതിയിൽ അല്ലെങ്കിൽ ഒരു സ്ലോ ഫയറിൽ വെച്ച് ഇല്ലെങ്കിലും അടുപ്പ് നമ്മൾ ഓഫ് ചെയ്ത് വെച്ച് വേണമെങ്കിൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഒരു 30-45 സെക്കൻഡ്സിനുള്ളിൽ ഈ സംഭവം നല്ല രീതിയിൽ സെറ്റായിരിക്കും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനൊരു സിമ്പിൾ ട്രിക്കും കൂടി പറഞ്ഞു തരാം. ഈ സാധനം ചൂടായിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു കണ്ണാടി ബൗളിനകത്തോ സെറാമിക് ബൗളിനകത്തോ ഇട്ട് ഒരു സ്കൂപ്പ് ഐസ്ക്രീമായിട്ട് കഴിക്കാൻ ഒരു രക്ഷയില്ലാത്ത സാധനം.